ഞാനിന്നില്ലേ കുറച്ച് ഉണ്ടിയാക്കാൻ പോയിന്നേ. അതിന് വേണ്ട സാധനം ഇതാ, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെല്ലം എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കുറച്ച് ഏലക്കായും, ഇതാ കുറച്ച് തേങ്ങ ചിരകിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത് ലേശം ഉപ്പ് വെള്ളമാണേ. അങ്ങനെ ഇതിനി നമുക്ക് ഈ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ അരിപ്പൊടീനെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെതാ നമ്മൾ അരിപ്പൊടിയെല്ലാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ. ഉണ്ടയാക്കേണ്ട വിധത്തിൽ തന്നെ കുഴച്ചെടുത്തു. ഇനി ഇതാ വെല്ലം ചിരണ്ടി എടുത്തതുണ്ട്, കുറച്ച് വെല്ലം ചിരണ്ടി എടുത്തു, തേങ്ങയും അതും കൂടി മിക്സാക്കി എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഏലപ്പൊടിയാണേ. ഈ ഏലപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഏലക്കാൻ്റെ അപ്പുറം പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. അപ്പം പഞ്ചസാരയും കൂട്ടി പൊടിക്കുമ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും, പൊടിയാൻ എളുപ്പമാണ്. ഇനി ഇതിനെ നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ പഞ്ചസാരയും ആക്കിയിട്ടും ആക്കും കേട്ടോ, പഞ്ചസാരയും തേങ്ങയും കൂട്ടിയിട്ടും ആക്കും. അപ്പം ഇതിന് ഈ ഉണ്ടിയാക്കുന്നതിന് ബദൽ നമ്മൾ ഇലയിലും ആക്കും. ഇലയിലെല്ലാം ആക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. എല്ലാവരും ആക്കുന്നത് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ആക്കാൻ മടിയല്ലേ. നമ്മളെല്ലാം ഓരോ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇങ്ങനെയെല്ലാം ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. എനിക്കെല്ലാം ഭയങ്കര മടിയാണ്. എന്താ വെച്ചാൽ ഫീൽഡും കഴിഞ്ഞ് ഇപ്പം കുറേ നടന്നെല്ലാം വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് മടിയായിരിക്കും പിന്നെ ആക്കാൻ. പിന്നെ വന്നിട്ട് പിന്നെ വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും. അപ്പം ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പം എന്തായാലും സന്ധ്യയാവും. പിന്നെ എന്ത് ചെയ്താലും ഇങ്ങനെയെല്ലാം ആക്കിയെടുക്കാൻ മടിയാണ്. ഇന്നിനെ കുറച്ച് നേരത്തെ വന്നുകൊണ്ടാണേ. ഇതിനി ഇങ്ങനെ നമുക്ക് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ ഉണ്ടിയാക്കിയെടുക്കാം. ഉണ്ടിയാക്കി നന്നായി ഉണ്ടിയാക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തി കുറച്ച് നെറുങ്ങനെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് ലേശം ലൂസായിപ്പോയിന്, വെള്ളം ഒഴിച്ചത് കുറച്ചധികമായിപ്പോയിന്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഈ നമ്മൾ കുഴച്ച് വെച്ച ഈ തേങ്ങയും വെല്ലം എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, അധികം ആകുമ്പോൾ നമുക്കിത് ഉണ്ട വലിയതായിരിക്കും, അപ്പം വേവാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ചെടുക്കും. അപ്പം ഇത് കുറച്ച് വെള്ളം അധികമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ഉണ്ടയാക്കി വെച്ചേ. ഇനി ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ ഉണ്ടയാക്കി എടുത്തിട്ട് ആവിയിൽ വെക്കാം. എല്ലാം ഇതുപോലെ ഞാൻ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ആക്കാൻ പോകുന്നതേ. ഞാൻ അടുപ്പ് കത്തിച്ച് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഈ ഉണ്ടനെല്ലാം ഓരോന്നോരോന്നായി ഇതുപോലെ എടുത്ത് വെക്കാം. എന്തായാലും വേവാൻ കുറച്ച് സമയം പിടിക്കും, ഒരു 10-15 മിനിറ്റ് പോരാ, ഒരു 20 മിനിറ്റോളം വേണ്ടി വരും ഉണ്ടിയെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വെന്തതിന് ശേഷം കാണാം അല്ലേ. അങ്ങനെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയമായി. ഇത് നമുക്ക് തുറന്ന് നോക്കിയാലോ. നല്ലോണം ആവിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇനി വെന്തു, നന്നായി വെന്തിട്ടുണ്ട്, കാണുമ്പോൾ നല്ലോണം വെന്തതുപോലെയുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം അല്ലേ. അങ്ങനെ ഇത് ഞാനിവിടെ വാങ്ങി വെച്ചു. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉണ്ട എടുക്കാം, എന്നിട്ട് നോക്കാം എന്തോന്ന്. സ്പെഷ്യല് ഉണ്ടിയാക്കിട്ടാണ്. അല്ല, നിങ്ങൾക്ക് കഴിക്കാൻ തന്നെയാണ്. ചായയും ഉണ്ടി. എന്താ വെച്ചാലേ നമുക്ക് എണ്ണി പൊരിച്ചതൊന്നും വേണ്ട. ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചതാക്കാം, അതിൽ നല്ലത്. ആവിയിൽ വേവിച്ചു നോക്കിക്കോ. വെച്ചോ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ എടുത്ത് കക്ഷിക്കാൻ എടുക്കുമ്പോ അറിയില്ലേ, ചൂടുണ്ട് നോക്കണ്ടേ. അടിപൊളി. ഞാൻ വിചാരിച്ചു ചോറ് കുറച്ച് കുറവുണ്ട്, അപ്പൊ ഇത് ആക്കിയാല് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് വേഗം ആക്കിയതാ. ചായ നിങ്ങൾക്ക് പാല് വേണ്ടല്ലോ, കട്ടനല്ലേ വേണ്ടത്, അതുകൊണ്ടാ കട്ടൻ ചായ ആക്കി വെച്ചോ.
ഞാൻ ടേസ്റ്റ് നോക്കി. ആദ്യം വെച്ചാൽ ടേസ്റ്റ് നോക്കണം, എന്നിട്ട് അതൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കി. എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം അല്ലേ? കുറച്ച് അരിപ്പൊടിയും ഇതെല്ലാം ഉണ്ടായാൽ മതി, വേഗം ആക്കി എടുക്കാൻ പറ്റുമല്ലോ. ഏലക്കായ മണലുണ്ടല്ലേ? ഏലക്കായ ഇട്ടിനി, ഏലക്കായ കുറച്ചിട്ടിനി. പിന്നെ നമ്മള് വെള്ളം കളറില്ലാത്ത വെള്ളമാണ്, ഒരു വെള്ള വെള്ളം. അതൊന്നും സാരമില്ല, പഞ്ചസാര ഇട്ടിട്ട് ആളാക്കല്ലേ. ഇത് പഞ്ചസാര ഇട്ടിട്ട് നമ്മളാക്കില്ലേ. പിന്നെ ഈ വെള്ളത്തിനെതിരെ പഞ്ചസാരയൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പഞ്ചസാര ഇങ്ങനെ ഇഷ്ടമല്ലല്ലോ. നീ ഇതപ്പം ആക്കി വീട്ടിൽ പോയിട്ടേന്നു. ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് വന്ന്, ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് വന്ന്, ആശപ്പണി കഴിഞ്ഞ് വന്ന് ഇതാക്കുന്നു. ഇതെപ്പം ആക്കിയത്? ഞാൻ എന്താ രാവിലെ ഫീൽഡിലിറങ്ങി, എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേനും, എന്നിട്ട് അത് കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ ക്ലാസ് പോയി. ഇന്ന് വടക്കാഞ്ചേരി ആയിരുന്നു. അപ്പോൾ ഡാൻസ് ക്ലാസ് വേഗം കഴിഞ്ഞു. ഞാൻ 6:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് തീർത്തിന്. 6:45 ഞാൻ വന്നിനി. എന്നിട്ട് അന്നേരമാണ് ആക്കിനി. പിന്നെ ഞാൻ വെച്ച് നിങ്ങളും വരുമ്പോഴത്തേക്ക് ആക്കിയേക്കാണ്, അങ്ങനെ ആക്കിയതാ. എന്നാ അത് ശരിക്കും പൊടിഞ്ഞിട്ടില്ല, കുറച്ച് പൊടിയാൻ പറ്റും. ഞാൻ വറുത്തിട്ടില്ല, അല്ലാണ്ട് മിക്സിയിൽ ഇപ്പം കുറച്ച് കുറവുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെ? ഇത് ഇഷ്ടപ്പെട്ടിനെ? എല്ലാവരും ഇങ്ങനെ ആക്കലുണ്ടോ? വീട്ടിൽ ഇങ്ങനെയെല്ലാം ആക്കലുണ്ടോ? ആക്കുന്നുണ്ടെന്നൊന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ആക്കി നോക്കിയിട്ട് നമ്മളോടൊന്ന് പറയണേ. അപ്പം ടാറ്റാ.